കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സ്വാമി ശരണമയ്യപ്പോം. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ സ്യമന്തകം വരികൾ സഹിതം തുടരുന്നു. ഉൽക്രമിച്ചിടും മണിശോഭകണ്ടേറ്റം ഗോപാൽ വിക്രമവീരസിംഹം വന്നുടൻ പ്രസേനനെ കുതിരയോടും കൊന്നു മണിയും കൊണ്ടു സിംഹം അതിശോഭയാ പോകുന്നേരമങ്ങതു കണ്ടു വീരനായിടുന്നൊരു ജാമ്പവാൻ കവിശ്രേഷ്ഠൻ പാരാതെ കണ്ടു സിംഹം തന്നെയും കൊന്നു വേഗം ചാരുത കലർന്നോരു മണിയും കൊണ്ടു തന്റെ ചാരുത്വം ചേർന്ന ഗുഗബുക്കു തൻ പുത്രനാകും വാനരസൂനു സുകുമാരനു കളിപ്പാനായി വാനരവീരൻ കൊടുത്തിരുന്നു തപസ്സുടും കാനനെ നായാട്ടിനായി പോയൊരു പ്രസേനൻ താൻ വന്നതില്ലതിനാലേ തിരഞ്ഞു സത്രാജിത്തും കടതിൽ തിരഞ്ഞങ്ങം കാണാഞ്ഞു ദുഃഖത്തോടും വീടതിൽ വന്നു പറഞ്ഞിടിനാൻ രഹസ്യമായി. മുന്നം എന്നോട് മണി ചോദിച്ചതൊരു പുമാൻ തന്നിടുകെന്നു കൊടുത്തില്ലെന്നു ഞാനും ഇപ്പോൾ എന്നുടെ സഹജനെ കൊന്നവൻ മണിയതും ഇന്നു കൊണ്ടങ്ങു പോയി മറ്റാരുമല്ല നൂനം. ബാലനായുള്ള നാളിൽ ശീലിച്ച തൊഴിലെല്ലാം കാലമേറവേ നൃണാം ചൊൽകിലും പോകയില്ല. ബാലനായിടും നാളെ കവർന്നു നടന്നോരു ശീലമുള്ള ആളുകളാമീ ചെയ്തതെന്നീ വരൂ. വിത്തത്തിനാഗ്രഹങ്ങൾ വിത്തേശനെന്നാകിലും ചിത്തത്തിൽ മതിവര ഉത്തമരെന്നാകിലും നല്ലൊരു വിളകളെ വേലിതാനിനിമേലിൽ തെല്ലുമേ മടിയാതെ തിന്നിടുമെന്നേ വേണ്ടു. രക്ഷിച്ചു പുലർത്തേണ്ടുമാളുകൾ മുതിർന്നിട്ടു ശിക്ഷിച്ചു തുടങ്ങിയാൽ പിന്നെ എന്തോന്നു ചെയ്വോ. ഇങ്ങനെയിരിക്കുന്ന രാജ്യത്ത് വസിക്കയിൽ മംഗളമിനി മൃതിയെന്ന ദേവർക്കും വാർത്താൽ. ഇത്തരം ഓരോതരം ശങ്കായുക്തങ്ങൾ ചേർത്തു ചിത്തസന്ദേഹാലേഖ കർണത്തിൽ സത്രാജിതൻ ചൊല്ലിനാനതു പിന്നെ മറ്റേവനോടെല്ലാടും ഇതുപോലെ പരന്നിത് അപവാദം. ആരുമേ ബഹിർഭാഗി കണ്ടാൽ മിണ്ടുകയില്ല. ചാരത്തും കോണതിലും വിസ്താരമായി നീളേ ചൈതന്യസ്വരൂപനായിടുന്ന മുകുന്ദനം ചേതസി വിചാരിച്ചങ്ങറിഞ്ഞാൻ അവസ്ഥകൾ. രാജ്യവാസികളോടും നായാട്ടിനെ കൊണ്ടു യജ്ഞ പുരുഷോത്തമൻ പുറപ്പെട്ടു ഘോരമാം വനം പൊക്കു തിരഞ്ഞു നോക്കുന്നേരം പാരാതെ കണ്ടിടിനാൻ ചത്തോരു പ്രസേനനെ
കുതിരയോടും ചത്തുകിടക്കുന്നതു കണ്ടു പതിഞ്ഞു കാണായിതു സിംഹത്തിൻ പാദത്തെയും. പതിഞ്ഞു കാണായതു സിംഹത്തിൻ പാദത്തെയും കണ്ടവൻ സിംഹമിവൻ തന്നെ കൊന്നതു ദൃഢം. രണ്ടില്ലെന്നോർത്ത് സിംഹം തന്നെ പാദം നോക്കി ചെന്നപ്പോൾ മകാവനെ കണ്ടിതു കൃഷ്ണാദികൾ. ഉന്നത സിംഹം ചത്തുകിടക്കുന്നതും പിന്നെ അവിടെ ആരാഞ്ഞപ്പോൾ വാനരപദം കണ്ടു. അവിടെ കവി സിംഹം കൊന്നിതെന്നോർത്തു പിന്നെ പാരാതെ വാനരത്തിൻ പാദലാഞ്ചനം നോക്കി നേരെ ചെന്നപ്പോൾ മഹാഘോരം കണ്ടിടിനാർ. ഘോരമാങ്കുകയതിലേറ്റവും അന്ധകാരാൽ വീരന്മാരായ യദുക്കൂട്ടവും ഭടന്മാരും പേടിച്ചു നിന്നിടിനാരന്നേരം മുകുന്ദനും. പേടിക്ക വേണ്ട നിങ്ങൾ നിൽപ്പിനങ്ങിവിടത്തിൽ എന്നരുൾ ചെയ്തു കൃഷ്ണൻ ഗുഹയിൽ കടന്നുപോയി മന്ദമെന്നിയെ ഏറെ നടന്നോരനന്തരം കണ്ടിതങ്ങോരു കവിബാലകൻ മിന്നും മണി കൊണ്ടു ക്രീഡിച്ച് വസിക്കുന്നതു മുകുന്ദനും. വേഗത്തോടടുക്കുന്ന മാനുഷരൂപം കണ്ട് വേഗത്തിൽ പേടിക്കുമാറലറി കപിസൂനു. ഊറ്റമാം ക്രന്ദിതത്തെ കേട്ടൊരു നേരത്തിങ്കൽ തെറ്റെന്നു ജാമ്പവാനം ചെന്നുടൻ നോക്കും നേരം മർത്യവേഷമെന്നോർത്തിട്ടടിച്ചാൻ ജാമ്പവാനം. സത്വരം കൃഷ്ണൻ ദാനം കുത്തിനാൻ ജാമ്പവാനെ. പിന്നെ തങ്ങൾ ചിതരണത്തിൻ വൈദഗ്ധ്യങ്ങൾ ഇന്ന വണ്ണമേ എന്നു ചൊല്ലുവാൻ പണിതുലോ. മുഷ്ടി പാഷാണ വൃക്ഷമെന്നിവ കൊണ്ടേറ്റവും പുഷ്ടകോപേന പൊരുതിടിനാരതിഘോരം. 8-20 ദിവസം ഒരുപോലെ മുഷ്ടി യുദ്ധങ്ങൾ ചെയ്തു നിന്നിതു ദിവാനിശം. മുഷ്ടികൾ തന്മേലേറ്റു തളർന്നു കവിവീരൻ പെട്ടെന്ന് ഭൂമി തന്നിൽ മോഹിച്ചു വീണ ശേഷം തന്നുടെയുള്ളിൽ പൂർവവൃത്താന്തം ഓരോ തരം നന്നായി വിചാരിച്ചു വിരിഞ്ചൻ ചൊന്ന വാക്കും സകല ഭൂതങ്ങൾക്കും കാരണനായിക്കൊണ്ട് സകല സൃഷ്ടി സ്ഥിതി സംഹാരകർത്താവായി പരമപുരാണ പുരുഷനായിരിക്കുന്ന പരമാത്മാവാം വിഷ്ണു ഭഗവാനെ മറ്റുമൊരു പുരുഷന്മാരും എന്നെയും ജയിപ്പില്ല എന്നിരിക്കയാൽ എന്നെ ജയിച്ച ഭവാൻ എന്നു നിർണയം പരമാത്മാവായി കാലരൂപനായിട്ടിരിക്കും വിഷ്ണു തന്നെ നിന്തിരുവടി എന്നറിഞ്ഞുകൊണ്ടിടിനേ ഞാനെന്നും അതുമല്ല. നക്രങ്ങൾ തിമിംഗലാദ്യാദി ജന്തു വിദ്യുതം അബ്ദിയെ ചിറകെട്ടി സ്വർണ ശോഭിതമായിട്ടിരിക്കും ലങ്ക തന്നിൽ ഗമിച്ചു തുൽബലത്താൽ ഘോര രാക്ഷസന്മാരെ കൊന്നതും ഭവാൻ തന്നെ. ഇങ്ങനെയെല്ലാമുള്ള ഭഗവാൻ തന്നെ ഇന്നു ഇങ്ങു വന്നെന്നെ ജയിച്ചേനെന്നു അറിഞ്ഞു ഞാൻ. ജാമ്പവാൻ തന്റെ വാക്യമിങ്ങനെ കേട്ട നേരം കൽമഷകരൻ കൃപാവാരുതി കൃഷ്ണൻ മോദാൽ ദീനഭേദികൾ തീർത്തു വരങ്ങൾ നൽകും കയ്യാൽ. വാനരവീരൻ തന്നെ നന്നായി തലോടിനാൻ. അന്നേരമാലസ്യവും തീർന്നു സന്തുഷ്ടനായി വന്ദിച്ച കവിയോട് കൃഷ്ണനും അരുൾ ചെയ്തു ഉത്തമമായി ഇടുന്ന രത്നമാംസ്യമന്തകം ഓർത്തു ഞാനിവിടേക്ക് വന്നിതെന്നറിയ നീ. ദുഷ്കീർത്തി സമന്തകം മൂലമായി എനിക്കുണ്ട് ദുഷ്കൃതി അതും ഇതുതന്നെ നീക്കുക ഭവാൻ എന്നതു കേട്ട നേരം മോദേന കവീന്ദ്രനും ചെന്നുതൽ പുത്രിയായ കന്യകാരത്നേന വന്നുത്തമം സമന്തകമണിയും ജാമ്പവതി ഉത്തമ സ്ത്രീരത്നവും കൃഷ്ണനു നൽകി. പിന്നെ
ഭക്തിയോടേറ്റം തൊഴുതടിയിൽ വീണുകൂപ്പി ഭക്തവത്സലൻ നന്നായി വരികെന്നരുൾ ചെയ്തു. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി നാരായണായേതി സമർപ്പയാമി സർവം നാരായണായേതി സമർപ്പയാമി. ഓം സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ. ശ്രീമദ് ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ സ്യമന്തകം വരികൾ സഹിതം തുടരും നാളെ. നമസ്തേ.